ഏറ്റവും അധികം സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൾക്ക് ഏറ്റവും സന്തോഷം ഞാൻ കൂടെയുള്ളതാ. അതെ, തീർച്ചയായിട്ടും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അപ്പുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം കേട്ടോ. അതിപ്പോൾ മക്കളായാലും ആരെന്ത് തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അപ്പുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അതിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് നിൽക്കുക, അത് എനിക്ക് ഞാൻ ലൈഫിൽ ഇതുവരെയും അങ്ങനത്തെ ഒരു എന്താ പറയുക, നമുക്കതൊരു പ്രത്യേക ഒരു ഫീലാണ്. ഒരു എന്താ പറയുക, നമ്മളെ അങ്ങ് നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ മടി കൂടാതെ നമുക്ക് ഓരോരുത്തരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ ലക്കാണ്. ചിലവർക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ അതായത് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് സന്തോഷമായാലും സങ്കടമായാലും എന്തും എനിക്ക് തുറന്ന് പറയാനായിട്ടുള്ളൊരു സ്പേസാണ് എൻ്റെ അപ്പ. അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ അപ്പയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പനും മോനും കൂടി അതിരുന്ന് തുറക്കുകയാണ്. സർപ്രൈസായിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അപ്പോഴേക്കും ഡുഡുവാവ് അപ്പോട് പറഞ്ഞു, അപ്പം അമ്മ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന സമയത്ത് തന്നെ ഞാൻ ജസ്റ്റ് ചെറിയൊരു സർപ്രൈസാണ് കൊടുത്തത്. അപ്പോൾ അപ്പയ്ക്ക് ഗിഫ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ചെറിയതായിട്ട് ഒരു എന്താ പറയുക സ്നേഹം തന്നതാണ് കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു ഫോട്ടോ ഫ്രെയിമാണ് ഞങ്ങളുടെ ഫാമിലിയുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ വിവാഹ സമയത്തെ ഫോട്ടോയും കൂടിയിട്ട് തന്നതാണ്. ബാക്കിയുള്ള ചെറിയൊരു ക്ലിപ്പുണ്ട്. അപ്പോൾ വന്ന സമയത്ത് അപ്പം എന്നെ ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ അതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു ഫ്രെയിമാണെങ്കിലും ഞാൻ വന്ന സമയം ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന സമയത്ത് തന്നെ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയതിന് ശേഷം ചെറിയൊരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വായോ കേട്ടോ, എന്നിട്ട് നമുക്ക് പിന്നുള്ളത് പറയാം. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡുഡു അപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ചെറുതായിട്ട് കേക്കല്ല പുഡിങ്, അപ്പോൾ അതൊക്കെ തരികയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വായിലിങ്ങനെ വെക്കുമ്പോഴേക്കും നല്ല എന്താ പറയുക പഞ്ഞി പോലെ. പിറ്റത്തെ ദിവസം ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് പോയത് നമ്മുടെ തൃശ്ശൂർ സെലക്സ് മാളിലേക്കാണ് കേട്ടോ. തൃശ്ശൂർ കിഴക്കേക്കോട്ട സെലക്സ് മാളിലേക്ക്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ രാത്രി ചുമ്മാ ഒന്ന് പോയതാണ്. പോയപ്പോൾ അവിടെ കുട്ടികളുടെ ഒരു പുതിയ കളിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടൊരു സെക്ഷൻ പുതിയതായിട്ട് ഓപ്പണിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയം എന്തായാലും അവർ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ ഡുഡുവിനെ വിഷമിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ കയറി കളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവനതിൻ്റെ ഉള്ളിൽ കയറലും കളിക്കലൊക്കെ ആയിരുന്നു. കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിള്ളേരെയും കൊണ്ട് നമുക്ക് സമാധാനപരമായിട്ടൊക്കെ ഇരിക്കാം. പിന്നെ വീണാലും തട്ടേ മുട്ടേ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ നല്ല ഇങ്ങനെ താഴെയൊക്കെ ഇങ്ങനെ നല്ല എന്താ പറയുക സ്പോഞ്ച് പോലെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒഴുകുന്ന സംഭവത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൂ. പിന്നെ ഡുഡു ഇച്ചിരി വലിയൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളും. പിന്നെ അവന് ഇപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം. പിന്നെ പുതിയ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ മകൻ കളിക്കുന്നത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പൻ
അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര ലക്കായിരുന്നു. എല്ലാ കുട്ടികൾക്കും ടെഡി ബിയർ, അതായത് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴേ ഒരു ഇങ്ങനെ എന്താണ് അതിനെ പറയുക, ഇപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഇതുപോലത്തെ ഒരു മിഷൻ പോലത്തെ സംഭവമുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ഡോളുകൾ കിട്ടും. അന്ന് എല്ലാവർക്കും ഡോള് കിട്ടി. ഞാനാണെങ്കിൽ എനിക്ക് ഡോള് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ സമയത്ത് അന്ന് ക്ലോസും ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയാനെ. എനിക്ക് സങ്കടമായിപ്പോയി. പിന്നെ ഒരു ദിവസം പോവാമെന്ന് പറഞ്ഞ് ഡാൻസ് ചേട്ടൻ എന്നെ ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഡാൻസ് ചേട്ടൻ എപ്പോഴും പറയും എനിക്ക് 2 പിള്ളേരാണ്, അതുപോലെ തന്നെയാണ് എനിക്ക് ഡോളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡൂഡു അതിൻ്റെ മുകളിൽ ഭയങ്കര തകൃതിയായിട്ട് കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം നിന്നോളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാമെന്ന് കരുതി. അപ്പോൾ അവിടെ തന്നെ അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നു, റെസ്റ്റോറൻറ്റ് അവിടെ അപ്പം ജോലി ചെയ്തായിരുന്നു കേട്ടോ. പണ്ട് അവിടെ ഡൂഡു കുഞ്ഞായിരുന്ന സമയത്തൊക്കെ അവിടെ ജോലി ചെയ്തായിരുന്നു. അപ്പോൾ അതേ അവിടെ കുട്ടികൾ കണ്ട ടെഡി ബെയറിനൊക്കെ എടുക്കണതാണ്. അന്ന് ആ കുട്ടിക്ക് കൈ നിറച്ച് ഡോളിനെ കിട്ടി. എനിക്കത് പിന്നെ ആലോചിച്ചിട്ടേക്ക് സങ്കടം വരിക. സംഭവം ഒരു ഡോളാണ്, പക്ഷെ എന്നാലും കണ്ട അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാളാണ് കേട്ടോ. അന്നിപ്പോൾ എല്ലാവരും ഉറങ്ങി. ഞങ്ങൾ പിന്നെ ഈ പാതിരാക്കോഴികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ ആയമ്പാടി ഇങ്ങനെ നടക്കണമെന്ന് മാത്രം. അപ്പോൾ അതേ നേരെ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ പേര് ഞാൻ മറന്നടാ, എന്തെന്നാ അതിൻ്റെ പേരാവോ. അപ്പം അറിഞ്ഞ എന്നെ കൊല്ലും, നിനക്ക് പേര് പോലും ഓർമ്മയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടിക്ക് കണ്ട ആ കുട്ടി ഡോൾ എടുക്കണം കണ്ട, അതാണ് ഞാൻ പറഞ്ഞ ആ കൈ പോലത്തെ സംഭവം. പിന്നെന്തേ നമ്മുടെ ബൈക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഇതിനകത്തൊക്കെ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വർക്കാവും. പക്ഷെ അന്ന് പിന്നെ നമ്മൾ നല്ലോണം നേരം വൈകിയത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് കയറാനൊന്നും പറ്റിയില്ല. ഇനി അപ്പം വന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഡുഡുവിന് ഭയങ്കര ഇഷ്ടമായി. ഡുഡു പിന്നെ അവിടെ നിന്ന് ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പന്ത് തിരിയണതും അതിൻ്റെ മുകളിലൊക്കെ പൊത്തിപ്പിടിച്ച് കയറണേണ്ട. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വീഴും. അത് നല്ല രസമാണ്. അതിൻ്റെ മുകളിൽ നമ്മുടെ പ്രായത്തിൽ ഞാൻ എന്നിട്ട് ഇതൊക്കെ കാണുമ്പോഴും നമ്മുടെ ആ ഒരു കുട്ടിക്കാലമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കും. നമുക്കൊന്നും ഇതുപോലെ കളിക്കാനോ കൊണ്ടുപോകാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. നമുക്കൊന്നും ഇതൊന്നും ഇങ്ങനെയൊന്നും ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല. ഇന്ന് പിള്ളേർക്ക് കാറും പിന്നെ വണ്ടികൾ എന്തെല്ലാം സാധനങ്ങളാണെന്നറിയോ. നമ്മളൊക്കെ ആരെങ്കിലും ഉപയോഗിച്ച് അവർക്ക് വേണ്ടാണ്ടായ സംഭവങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാനൊരു കളിച്ചിട്ടുള്ളത്. അതുപോലെ ഡ്രസ്സായിക്കോട്ടെ എന്തായിക്കോട്ടെ മറ്റുള്ളവരിട്ട് പഴകിയ ഡ്രസ്സുകളൊക്കെയാണ് എനിക്ക് പുത്തൻ ഉടുപ്പുകളൊക്കെ ആയിരുന്നത്. പിന്നെ ഈ കല്യാണത്തിൻ്റെ സമയത്തൊക്കെയാണ് ഞാൻ പുതിയ ഡ്രസ്സുകളും പിന്നെ അതൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത്. നമ്മുടെ മക്കൾക്ക് പിന്നെ അങ്ങനത്തെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അവരുടെ സ്വഭാവങ്ങളിലും ഇതിലൊക്കെ ഉണ്ട്. പിന്നെ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓരോരുത്തർ എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ. പിന്നെ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ എല്ലാം നമ്മൾ വരുന്ന വഴി നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ ജീവിതം പോകണമെന്നൊന്നുമില്ല, അതെവിടെയും ഇല്ല. അപ്പോൾ അതേ അങ്ങനെ കളിച്ചപ്പോൾ അവന് മറ്റേ ഗെയിമിലൊന്നും പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടം അപ്പനോട് പറയാണ്. അപ്പം പിന്നെ മോൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേട്ടോ. അതിന് പിന്നെ ഒരു എന്താ പറയുക ഒരു എക്സ്ക്യൂസ് ഇല്ല. അപ്പോൾ അതേ ചേച്ചിമാർ എല്ലാ സംഭവങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ്. കാരണം ഒന്നാമത്തെ സമയം കഴിഞ്ഞു. അത് അങ്ങനെ എന്താ പറയുക, പിള്ളേരെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. എല്ലാവരും അങ്ങോട്ട് ഓടിക്കളിക്കുക ഇങ്ങോട്ട് ഓടിക്കളിക്കുക. ഈ സമയം ഒരു 9:30 കഴിഞ്ഞു കേട്ടോ. ആ സമയത്താണ് അപ്പോൾ ഓരോ പിള്ളേർ അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലുമ്പോൾ അപ്പന്മാരാണ് ഈ വക പരിപാടികൾ പിടിക്കലും മാറ്റലും ഓടലും ചാടലും ഒക്കെ. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ബേബി ഉണ്ടായിരുന്നു. അവൻ്റെ ഓരോ കുരുത്തക്കേടൊക്കെ ഞാൻ ആ സമയം കൊണ്ടൊന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. ഡുഡുവിനെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ആ ഗ്യാപ്പിൽ അവൻ്റെ ഓരോ കുരുത്തക്കേട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. അതിനിടെ കൂടെ ഡുഡു ഒരു മിന്നായം പോലെ ഇവിടെ നിൽക്കുന്ന ആളെ പിന്നെ മഷിയിട്ടാൽ കാണില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇതേ അപ്പുറത്തോടെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളതായതുകൊണ്ട് തന്നെ ആരും പിടിച്ചുകൊണ്ട് പോവില്ല. കാരണം അതിൻ്റെ ഇട്ടാവട്ടം തന്നെ ഉണ്ടാവും ആൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗെയിം കാര്യങ്ങളൊക്കെ കണ്ട് അവന് എല്ലാം കൂടി കണ്ടപ്പോഴേ എവിടേക്കോ ഓടണ്ടേന്ന് അറിയണില്ല. അപ്പോൾ അത് തിരിക്കുക ഇത് തിരിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കണു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇനി പോവാണ്. ഡുഡുവിനപ്പോൾ അവിടുന്ന് എങ്ങോട്ടോ ഓടണ്ടേന്നൊന്നുമില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൾ ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും നടക്കുകയാണ്. പിന്നെ അപ്പനുള്ള കാരണം പിന്നെ അപ്പൻ്റെ കൂടെ അങ്ങനെ നടന്നോളും, നമ്മളെയൊന്നും വേണ്ട. അപ്പോൾ ആൾ പിന്നെ അവനറിയാം ഓൾറെഡി അവൻ ഡാൻസറിൻ്റെ കൂടെ മുന്നും വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അവനറിയാം. അപ്പോൾ എന്താ പറയുക അപ്പോൾ എന്നുള്ളത് എൻ്റെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതേ നമ്മൾ റെസ്റ്റോറൻറ്റുകൾ കയറി. എന്താ പറയുക, അവിടെ നമ്മുടെ ഒരു കുട്ടീൻ്റെ കേട്ടോ, അതായത് ആതിര എന്നാണ് പേര്. അപ്പയുടെ കൂടെ ആദ്യം വർക്ക് ചെയ്തത് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ വർക്ക് ചെയ്ത ആ സ്ഥലത്തെ കുട്ടിയാണ്. അവൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ കുട്ടീനെയും കണ്ടായിരുന്നു കേട്ടോ, സർപ്രൈസായിട്ട് കണ്ടതാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്ന് അന്ന് എന്തോ കഴിച്ചു, അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല, എന്തോ ഒരു സംഭവമായിരുന്നു. അത് വേണം, ഒരു അന്നത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ, അത് കഴിച്ചു. പിന്നെ എല്ലാവരൊക്കെ കൂടി നന്നായി നല്ല വർത്താനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കുട്ടീനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളവിടെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു സർപ്രൈസ് അപ്പയ്ക്ക് കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം എന്തെങ്കിലും ഒന്നൊരു സർപ്രൈസ് എനിക്ക് അപ്പയ്ക്ക് കൊടുക്കണം എന്ന് ഒരു ഭയങ്കര ആഗ്രഹം. അതെനിക്ക് പണ്ടേ ഉള്ളത് തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ നമുക്കിഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രം സർപ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മധുരം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെറുതായിട്ട് അവരോട് പറഞ്ഞിരുന്നു ഹാപ്പി ആനിവേഴ്സറി എന്നൊന്ന് എഴുതാൻ പറഞ്ഞിരുന്നു. അവരെനിക്ക് അടിപൊളിയായിട്ട് എഴുതി ഡെക്കറേഷനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതേ അവർ ക്യാരമൽ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എഴുതി കണ്ടപ്പോൾ അപ്പയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോഴേ അപ്പ പറഞ്ഞിരുന്നു, എനിക്ക് തോന്നി നീ എന്തോ അവിടെ പണി ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പയും എനിക്ക് ഒരുപാട് സന്തോഷം, സമാധാനം, അതുപോലെ ഒരുപാട് ഗിഫ്റ്റുകളും തന്നിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, താങ്ക് യു.